ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്ക് കുറെ കമന്റ്സും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഐഫോൺ 15 ഞാൻ ഇപ്പോൾ റീസെന്റ് ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ആവാറായിട്ടുണ്ട്. നമ്മുടെ അതിൻ്റെ ഒരു ഐഫോൺ 15 എടുക്കുന്നത് നല്ലതാണോ, ആക്ച്വലി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ നോർമൽ ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഐഫോൺ 13 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ അപ്ഗ്രേഡ് ചെയ്തതാണ്. എനിക്ക് ആക്ച്വലി ഡിസ്പ്ലേ ഇഷ്യൂ വന്നിട്ടാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്. ആഫ്റ്റർ അപ്ഡേറ്റ് നമുക്ക് ഐഫോൺ 13 ഡിസ്പ്ലേ ഇഷ്യൂ വന്നിട്ടാണ് ഞാൻ അത് ആക്ച്വലി ഐഫോൺ 15 അപ്ഗ്രേഡ് ചെയ്തത്. അല്ലാണ്ട് വലിയ അപ്ഗ്രേഡേഷൻ ഒന്നും സംഭവത്തിൽ വരുന്നില്ല. പക്ഷെ എന്നാലും കുറച്ച് ചേഞ്ചസുകളും അതുപോലെ തന്നെ അപ്ഗ്രേഡേഷനും ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് നമുക്ക് പറയാം. അതുപോലെ തന്നെ കുറച്ച് പേര് ചോദിച്ചതാണ് ഏതൊക്കെ ഫോണാണ് ഇപ്പോൾ പ്രൈമറി ഫോണായിട്ട് ഉപയോഗിക്കുന്നത്, സെക്കൻഡറി ഫോണായിട്ട് ഏതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഞാൻ ആക്ച്വലി ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഐഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഞാൻ ഇപ്പൊ പ്രൈമറി ഫോണായിട്ട് ഉപയോഗിക്കുന്നത് ഐഫോൺ 15 ആണ്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഐഫോൺ 15 256GB വേരിയന്റ് ആണ്. ഞാൻ ആക്ച്വലി എൻ്റെ ഐഫോൺ 13 മോഡൽ ഉണ്ടായിരുന്നു, ഞാൻ അത് എക്സ്ചേഞ്ച് ചെയ്തതാണ്. എനിക്ക് ആക്ച്വലി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ഡിസ്പ്ലേയിൽ ഒരു ലൈൻ വന്നതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഐഫോൺ 13ഉം 14 ആയിട്ട് കമ്പയർ ചെയ്ത് ഐഫോൺ 13ഉം 14 ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇനീഷ്യൽ ഡിഫറൻസുകളൊന്നും ഇല്ല. ഒരു ലുക്കിൽ ഡിഫറൻസ് പറയുന്നത് ഫ്രണ്ടിൽ നമുക്ക് ഈ എന്താ പറയാ ഇവരുടെ ഭാഷയിൽ പറയുന്ന പോലെ ഐലൻഡ് സംഭവം വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വലിയ സംഭവം എന്നല്ല. ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50% ഗിമിക്ക് എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാം തന്നെ. പക്ഷെ നോച്ചിനെക്കാട്ടും നല്ലത് തന്നെയാണ്, അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നോച്ചിനെക്കാട്ടും എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. പക്ഷെ ഇതിൽ ഇപ്പോഴും 60 ഹെർട്സ് മാത്രമേ റിഫ്രഷ് ആയിട്ട് വരുന്നുള്ളൂ. ഡിസ്പ്ലേ ഒക്കെ ടോപ്പ് നോച്ച് തന്നെയാണ്, പക്ഷെ റിഫ്രഷ് ആയിട്ട് ഭയങ്കര കുറവാണ്. പക്ഷെ എനിക്കത് വലിയ എഫക്റ്റ് ഒന്നും ഇല്ല. നമ്മൾ ഗെയിം സംഭവം ഒന്നും കളിക്കാറില്ല. പക്ഷെ ഗെയിമിംഗ് സംഭവം കളിക്കുന്നവർക്കൊക്കെ നല്ല ചേഞ്ചസ് കാണാൻ പറ്റും കേട്ടോ. ക്യാമറയിൽ നമുക്ക് മെയിൻ ചേഞ്ചസ് വന്നിട്ടുണ്ട്. 48 മെഗാ പിക്സലിലെ ഇനീഷ്യൽ സെൻസറാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് സി വന്നിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ടൈപ്പ് സി വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ മെജോറിറ്റി എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ പവർ ബാങ്ക് ത്രൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈപ്പ് സി കേബിൾ അതിനുള്ള ഇൻബിൽഡ് സാധനം തന്നെ മതി നമുക്ക്. അപ്പോൾ അത് പോരാണ്ട് ഞാൻ അതിന്മേ ഒരു എന്താ പറയാ, റീസെന്റ് ഞാൻ ഒരു പ്രോട്ടോണിക്സിന്റെ ആണെന്ന് തോന്നുന്നുണ്ട്, നമ്മളതിൽ ചാർജിങ് ബോട്ട് കാണിക്കുന്ന ഒരു കേബിളൊക്കെ നമ്മൾ അൺബോക്സ് അതിന് വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് എത്ര വാട്ടിൽ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ ആക്ച്വലി ഞാൻ നോക്കിയപ്പോൾ മാക്സിമം നമുക്ക് 24 വാട്ട് വരെ ചാർജിങ് സപ്പോർട്ട്, ഫാസ്റ്റ് ചാർജിങ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആപ്പിളിലെ ചാർജറല്ല ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ ഉണ്ട് ആപ്പിളിലെ ചാർജർ, പക്ഷെ ഞാനൊരു ഹണിവെല്ലിന്റെ ഒരു 45 വാട്ടിന്റെ ഗ്യാൻ ചാർജറാണ് ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും ആ സാധനം തന്നെ ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്പ് സി പോർട്ടൊക്കെ അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ കണ്ടുനോക്കുക. പക്ഷെ ഇതിൽ കുറെ പ്രോബ്ലംസുകളുണ്ട്. മെയിനായിട്ട് നമ്മുടെ ഈ എന്താ പറയുക, എനിക്ക് മെയിനായിട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് ഞാൻ ഈ ഡയലറാണ്. ഇത് ഈ ഡയലറിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ലൈറ്റ് ഡയലറിൽ എന്ന് വെച്ചാൽ എല്ലാ സാധനം ആകെ 100 കാണിക്കുന്നുള്ളൂ. അതും പോരാണ്ട് നമുക്ക് ഇതിൽ വാട്സപ്പ് കോളും സ്കൈപ്പ് കോളും എല്ലാം കൂടി ഒരുമിച്ചാണ് കാണിക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതില് വലിയ എന്താ പറയാ, ഒരു 5-6 ദിവസം മുമ്പത്തെ കോളൊന്നും ചിലപ്പോൾ കിട്ടില്ല. അത് ഭയങ്കര ഒരു ഇഷ്യൂ തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര വേറെ ഫേസ് ചെയ്തിരിക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ എന്താ പറയാ, വാട്സപ്പിലാണ്. നമുക്ക് ഇപ്പോൾ ഗ്രൂപ്പായിട്ട് നമുക്കൊരു സാധനം ഡിലീറ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒക്കെ ഭയങ്കര പറയുന്ന സാധനത്തില്ല. എല്ലാത്തിലും ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിച്ചിട്ടുള്ള പരിപാടിയാണ്. അതാണ് മെയിൻ വേറെ പ്രോബ്ലം. പിന്നെ ഇതിന്റെ കീബോർഡ് നമ്മളിപ്പോ ഞാൻ നിങ്ങൾക്ക് അറിയാം, എൻ്റെ വേറെ ഞാൻ ഇപ്പൊ കുറെ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കുറെ എണ്ണം നമ്മുടെ പാർട്ട് ടൈം ജോബുകൾക്കും അതുപോലെ തന്നെ കുറെ എണ്ണം നമ്മുടെ മെയിൻ ജോബുകളുടെ ഇപ്പൊ സെക്കൻഡറി ഫോണായിട്ട് ഞാൻ വർക്ക് ഫോണാണ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് റീസെന്റ് എടുത്ത് നമ്മുടെ OnePlusന്റെ 11R ആണ്. അപ്പൊ ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് സാംസങ്ങിന്റെ S23 ആണ്. ഇതും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പിക്സലാണ്. അപ്പൊ ഇതും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഇത് ഇപ്പൊ എല്ലാത്തിനും നമുക്ക് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ പിക്സലിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആണ്. സാംസങ് ആയാലും നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ സൈഡിലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ സാധനത്തിന്റെ ഭയങ്കര ഡൗൺ സൈഡ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. എല്ലാ സൈഡിലും നമുക്ക് തന്നെ ഡൗൺ സൈഡ് വരുന്നുണ്ട്. അപ്പൊ അത് ഇപ്പോൾ ഡയലറിലായിക്കോട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞ വാട്സപ്പിലായിക്കോട്ടെ, അതുപോലെ തന്നെ എന്താ പറയാ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് T9 ഡയലർ ഇതിൽ വരുന്നില്ല. നമുക്ക് ക്യാമറയിൽ തന്നെ നമുക്ക് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ ഇപ്പൊ സൈഡായിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളിപ്പോ ലൈഫ് ടൈം ആയിട്ട് ഇപ്പൊ ഐഫോൺസ് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന ഒരാൾക്കാണെങ്കിൽ ഇതൊന്നും എഫക്റ്റ് ആവില്ല. ഞാനിപ്പോ 10 കൊല്ലം ഓൾമോസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ഒരു 3 കൊല്ലം മുമ്പ് നമ്മൾ ഐഫോണിലേക്ക് മാറിയത്. അപ്പൊ അതിനുശേഷം ഞാൻ പിന്നെ സൈഡായിട്ട് നമുക്ക് സെക്കൻഡറി ഫോണുകളായിട്ട് ഐഫോൺസുകളും ഉണ്ട്. അതും ഹൈ എൻഡ് ഫോണുകൾ അടക്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം ഭയങ്കര എന്താ പറയാ, എടുത്ത് അറിയിക്കുന്നുണ്ട്. അതാണ് ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്.
നിങ്ങൾ ഐഫോൺ 15 ഇപ്പൊ 2024 വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഐഫോൺ 13 14 തീരെ റെക്കമെൻഡ് ചെയ്യില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം iOS 18 വരാൻ പോവാണ്. അതിന്റെ ഇപ്പോൾ സംഭവങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ കുറെ ഫീച്ചേഴ്സും അതിന്റെ ഫീച്ചേഴ്സ് കുറെ എല്ലാം നമ്മുടെ ഗാലക്സി ഫോണുകൾ തന്നെയാണ്. അപ്പൊ അതിന്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ 3ാമത്തെ ചാനലിൽ ഞാൻ ഇടുന്നുണ്ട്, എന്തൊക്കെ ഫീച്ചറാണ് വരുന്നത്. അപ്പോൾ അത് വരാൻ പോവാണ്. അപ്പോൾ അതിന് നമുക്ക് ഫുള്ളി സപ്പോർട്ടൊക്കെ കിട്ടും. നിങ്ങൾ ലേറ്റസ്റ്റ് ഫോൺ എടുക്കുക തന്നെയായിരിക്കും നല്ലത്. പറയുമ്പോൾ ഐഫോൺ 10 തൊട്ട് ഇതിന് സപ്പോർട്ട് വരുന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ റീസെന്റ് നമ്മുടെ ഗാലക്സി ഐ ലോഞ്ച് ആയ സമയത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും, അതിൽ ഓരോ എഡിഷനിൽ വരുമ്പോഴും നമ്മുടെ ആ ഫീച്ചേഴ്സിൽ കുറെ കുറവുകളുണ്ട്. അപ്പോൾ അതെന്തായാലും ഉണ്ടായിരിക്കും, ഉറപ്പാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 2024 ഒരു ഫോൺ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, ഐഫോൺ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഐഫോൺ 15 വാങ്ങിക്കുക തന്നെയായിരിക്കും നല്ലത് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫുള്ളി പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ഇപ്പോൾ ഐഫോൺ 13 തന്നെ പറയുന്നത് ഓൾമോസ്റ്റ് 2-3 കൊല്ലമൊക്കെ പഴയതായി തുടങ്ങി. അപ്പോൾ അത് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വേസ്റ്റ് ആണ്. പറയുമ്പോൾ 48,000 രൂപയൊക്കെ ഉള്ളൂ. പക്ഷേ എന്നാലും ഈ 2024 ഓൾമോസ്റ്റ് പകുതിയായിട്ട് ഐഫോൺ 13 വാങ്ങിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കൊരു വാല്യൂ തരുന്നില്ല. അതാണ് ഐഫോൺ 13 14 ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾ ഐഫോൺ 2024 ഒരു ഐഫോൺ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിലേക്ക് നോക്കാൻ പോണ്ട, 15 എടുക്കുക കേട്ടാ. എന്തായാലും ഇപ്പൊ തന്നെ 16 ഇറങ്ങും, അപ്പൊ തന്നെ ഐഫോൺ 15 പഴയതാവും. അപ്പൊ അതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഐഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 എടുക്കാം, 13 14 പോകാൻ പോകണ്ട കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ ഇപ്പൊ റീസെന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16 ഇറങ്ങും. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഓവറോൾ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ എക്സ്പീരിയൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സാറ്റിസ്ഫൈഡ് ആണോ ചോദിച്ചാൽ സാറ്റിസ്ഫൈഡ് ആണ് കുറെ സ്ഥലത്ത്, പക്ഷെ ഫുള്ളി സാറ്റിസ്ഫൈഡും അല്ല. ഞാൻ മെയിൻ ആയിട്ട് പ്രൈമറി ഫോണായിട്ട് ഉപയോഗിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ 3 കൊല്ലമായിട്ട് ഐഫോണിലേക്ക് മാറിയതാണ്. പിന്നെ ഈ സാധനത്തിൽ നിന്ന് ഫുൾ സ്വിച്ച് ചെയ്യാൻ, ടു ആൻഡ്രോയിഡ് സ്വിച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ വൺ ഓഫ് ദി മെയിൻ റീസൺ അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ആൻഡ്രോയിഡിൽ ഒരു മെയിൻ ഏതെങ്കിലും സാംസങ്ങിന്റെ മെയിൻ ഫോൺ ഹൈ എൻഡ് ഫോണിലേക്ക് സ്വിച്ച് ചെയ്താണ് പ്രൈമറി ഫോണായിട്ട്. പക്ഷെ ഈ സാധനത്തിന്ന് iOS ഫുള്ളി അങ്ങോട്ട് എല്ലാ സാധനവും സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ലേറ്റസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഡിസ്പ്ലേ ഇഷ്യൂ എന്നതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. അപ്പൊ ഞാൻ ശരിക്കും വേറെ ആൻഡ്രോയിഡ് ഹൈ എൻഡ് ഫോണിലേക്ക് മാറാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അത് മാറണമെങ്കിൽ ഉള്ള പുലിവാരെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ ഐഫോൺ തന്നെ നമ്മുടെ PC ത്രൂ എന്തെങ്കിലും ട്രാൻസ്ഫർ സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ iTunes വഴി ചെയ്യണം. എൻ്റെ കയ്യിൽ മാക്ബുക്ക് ഉണ്ട്, എന്നാലും ഞാൻ മാക്ബുക്ക് അങ്ങനെ നമ്മുടെ വർക്ക് യൂസിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ മെയിൻ ഫോട്ടോസോ സംഭവങ്ങൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊന്നും അതിലില്ല. അപ്പോൾ ഭയങ്കര ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ 15ലേക്ക് തന്നെ മാറിയത്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും വേറൊരു ആൻഡ്രോയിഡ് ഹൈ എൻഡ് ഡിവൈസിലേക്ക് മാറുള്ളൂ. പറയുമ്പോൾ ഞാൻ വേറെ ഇപ്പോൾ പിക്സൽ ആയിക്കോട്ടെ, S23 ആയിക്കോട്ടെ, S23 സീരീസ് ആയിക്കോട്ടെ, OnePlus ആയിക്കോട്ടെ, ഇത് ശരിക്കും ഇത് OnePlus 11R ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ പഴയതാണ്. പക്ഷെ ഈ സാധനത്തിന്റെ ഒരു പകുതി ഫീച്ചേഴ്സ് പോലും ഈ ഐഫോൺ 15 ഇല്ല എന്നാണ് പച്ചയ്ക്ക് എടുത്ത് പറയേണ്ടി വരും. ഇതിൻ്റെതായ പ്ലസ് പോയിന്റ്സ് വേറെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. വീഡിയോ ക്യാമറ പെർഫോമൻസിന് നല്ലതാണ്. പക്ഷെ എനിക്ക് ഫോട്ടോ അത്രയ്ക്കൊന്നും ഇഷ്ടമായിട്ടില്ല. ഞാൻ അതിന് മുമ്പ് നമ്മുടെ 3ാമത്തെ ചാനലിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിലെടുത്ത ഫോട്ടോയും പിക്സലിലെടുത്ത ഫോട്ടോയും OnePlus 11R എടുത്ത ഫോട്ടോയും ഡിഫറൻസ്, പ്രത്യേകിച്ച് സെൽഫി ക്യാമറയിൽ. അത് ഇപ്പോഴും ശോകം തന്നെയാണ്. ഐഫോണിൽ 60,000-70,000 കൊടുത്ത് വാങ്ങിക്കുന്ന ക്യാമറയിൽ അല്ലെങ്കിൽ ഫോണിൽ സെൽഫി ക്യാമറ എത്ര, അതും നമ്മുടെ ഒരു ഇൻഡോർ ലൈറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ ശോകം തന്നെയാണ്. അത് പറയുന്നത് തന്നെയാണ്. അത് ശരിക്കും ഐഫോൺ ക്യാമറ എന്ന് പറയുന്നത് ശരിക്കും വീഡിയോന് മാത്രം കിടില്ലെന്ന് പറയാറുള്ളൂ കേട്ടാ. അല്ലാണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെടുന്നതൊന്നുമില്ല. പക്ഷെ 13 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് സെൽഫി ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിൽ. നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഇതിൽ എന്തായാലും നമ്മുടെ സെൻസർ ഡിഫറൻസ് വന്നിട്ടുണ്ട്. 48 മെഗാപിക്സലിന്റെ സെൻസർ ആയിട്ടുണ്ട്. പണ്ടത്തേലൊക്കെ 12 അപ്പോൾ അതിന്റെ ഒരു ഡിഫറൻസും ഉണ്ട്. ബാറ്ററി ബാക്കപ്പ് ആവറേജ് ആണ് ഒരു ദിവസം. ഫാസ്റ്റ് ചാർജിങ് ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ എല്ലാത്തിലും കണക്കാകും. പിക്സൽ ആയാലും സാംസങ് ആയാലും 25 വാട്ട് തന്നെ ഉള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ 45 വാട്ട്. ഇതിൽ നമുക്കൊരു 24 വാട്ട് വരെ ഞാൻ കാണിക്കുന്നത് കണ്ടു ചാർജിങ്ങിൽ. ചാർജിങ് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. 25 വാട്ടായാലും എനിക്ക് വലിയൊരു ഇഷ്യൂ തോന്നിയിട്ടില്ല. ഈ OnePlus ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വിറകലാണ്. ഇത് 100 വാട്ടിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അരമണിക്കൂറിൽ ഫുൾ ചാർജ് ആവും. ഇത് അരമണിക്കൂറിൽ നമുക്കൊരു 40% ആവുള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് വലിയ പ്രോബ്ലം തോന്നിയില്ല. പ്രത്യേകിച്ച് ഞാൻ വർക്ക് ഫ്രം ഹോം സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷെ ഒരു ഓവറോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനൊരു 10 7 ഒരു 7 മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതാണ് നമ്മുടെ ഇപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് വരുന്നത്. ഐഫോൺ 13 ആണെങ്കിൽ ഒരു 6 കൊടുക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. ഡിസ്പ്ലേയിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡിസ്പ്ലേ അത്യാവശ്യം ഇഷ്ടപ്പെട്ടതാണ്. ഈ ഡൈനാമിക് ഐലൻഡ് ആയാലും
കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടും നോച്ച് പണ്ടത്തെ നമ്മുടെ 13 14 ഉള്ള നോച്ച് ഉണ്ടല്ലോ, അതിനെക്കാട്ടൊക്കെ എന്തുകൊണ്ടും ഭേദമാണ്. അത് എടുത്തു പറയാണ്ടിരിക്കാൻ വയ്യാട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ റിവ്യൂ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത്ര കാലമായിട്ട് നമ്മൾ iPhone 15 ഉപയോഗിക്കുന്നുണ്ടാ. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കാണാം. അടുത്ത വീഡിയോ കാണാം.